യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രഭാതവന്ദനം. കരച്ചിലും ദുഃഖവും ഉപവാസവും പ്രാർത്ഥനയും അന്യമായി കൊണ്ടിരിക്കുന്ന അവനിയിലാണ് നാം അധിവസിക്കുന്നത്. ഇതിനൊരപവാദമായിരുന്നു നെഹമ്യാവ്. തന്നെക്കുറിച്ചുള്ള പവിത്രാത്മാവിൻ്റെ പരാമർശം പ്രധാനമാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ഇസ്രായേലിലെ ചരിത്രത്തിലെ ഉണർവ് നായകന്മാരിൽ അദ്വിതീയ സ്ഥാനമാണ് നെഹമ്യാവിനുള്ളത്. തൻ്റെ ഉറ്റവരായ യഹൂദന്മാരും പ്രിയപ്പെട്ട യെരുശലേമും അകപ്പെട്ടിരിക്കുന്ന അപമാനത്തിലും മഹാകഷ്ടത്തിലും ഈ ഭക്തൻ്റെ നെഞ്ചു പിടഞ്ഞു. മതിൽ ഇടിഞ്ഞ യെരുശലേമും തീവെച്ച് ചുടപ്പെട്ട വാതിലുകളും ഭക്തനെ പ്രാർത്ഥനയുടെ ഉത്തുംഗ സിംഹത്തിലെത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ പ്രതിസന്ധി പരിഹരിക്കുവാൻ സ്വർഗത്തിലെ ദൈവമായ യഹോവയ്ക്ക് മാത്രമേ സാധ്യമാകൂ എന്ന് ഈ ഭക്തശിരോമണിയിലെ ആത്മീയ മനുഷ്യൻ തിരിച്ചറിഞ്ഞു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കരയുവാനും ദുഃഖിപ്പാനും ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ആരുമില്ല എന്നതാണ്. വിശ്വാസികൾ അകപ്പെട്ടിരിക്കുന്ന പ്രതികൂല കൊടുങ്കാറ്റിൽ ദൈവസഭയുടെ മൂല്യ തകർച്ചയിൽ ഇടിവിൽ നിൽക്കുവാൻ ആരുണ്ട്? സ്വർഗം സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എഴുന്നേൽക്കണം നവ നെഹമ്യാവുമാർ. കേവലം ഉപരിപ്ലവമായിട്ടല്ല, ആത്മാവിൻ്റെ എരിവോടെ. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിച്ചു തരുമെന്ന അചഞ്ചലമായ വിശ്വാസം നെഹമ്യാവിനെ ഭരിച്ചിരുന്നു. ശത്രു പണിമുടക്കുവാൻ അക്ഷീണ പ്രയത്നം ചെയ്തപ്പോഴും ദൈവത്തിൽ താൻ വിശ്വസിച്ചു. ഈ ആത്മീയ നിലപാടാണ് നമുക്കാവശ്യം. ഇന്നു രാവിലെ ദൈവസന്നിധിയിൽ ജാഗരിക്കുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. അവിടെയാണ് സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുന്നത്. സകലരെയും സർവേശ്വരൻ സഹായിക്കട്ടെ. അവിടുത്തെ വലിയ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.